പറയുന്നത്. ഇനിയും ചോദിക്കണം, വമയ്യർസുഖുക്കും, നിങ്ങൾക്ക് റിസ്ക് തരുന്നവനാരാണ്? മിനസ്സമാ, ആകാശത്ത് നിന്ന്, വൽ അർളി, ഭൂമിയിൽ നിന്നും. ആകാശത്ത് നിന്ന് വെള്ളം കിട്ടുന്നു, ഭൂമിയിൽ നിന്ന് ആ വെള്ളത്തിലൂടെ വെളിച്ചുണ്ടായ സസ്യലതാദികളിലൂടെ മനുഷ്യന് അന്നം കിട്ടുന്നു. ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾക്ക് വരെ എല്ലാം ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. എത്രയാ നമ്മളെ കണക്കിൽപ്പെട്ട ജീവികൾ എത്രയാണ്? ലക്ഷോപലക്ഷം ജീവികൾ ഭൂമുഖത്തുണ്ട്. അതിൻ്റെ 3 ഇരട്ടി കടലിലുണ്ട്. കരയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ജീവജാലങ്ങൾ ഇവിടെ കടലിൽ. നമ്മളാകെ കണ്ടത് ഒരു മത്തി, ഒരു അയല, ഏറിയെന്നൊരു അയക്കോറ, നമ്മളാകെ എണ്ണിയാലേ തീരുക. എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്. അവറ്റൊക്കെ അവിടെ റിസ്ക് അവിടെ കടലിലല്ല ഒരുക്കി. ഇവിടെ ഭൂമിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത്, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പലവിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ അള്ളാഹ് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഒന്നും ഇവിടെ റിസ്ക്കിന് ബുദ്ധിമുട്ടണില്ല, ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. നമ്മളാരും കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് എത്ര ജീവികൾക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ കാണുകയും കൂടി ചെയ്യാത്ത ജീവികൾ അയറ്റക്കും ഇവിടെ എല്ലാ രൂപത്തിലും. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരൊറ്റ ജന്തുവുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഒക്കെ റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടത് ഇവിടെ അള്ളാഹ്, ഓരോന്നിനും വേണ്ടത് അതിൻ്റെ ഇര എന്താണെങ്കിൽ അതിനിവിടെ വേറെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൊടുക്കുക. ഓരോന്നിനും എവിടെ മുസ്തഖർ ഏതാണ്, മുസ്തൗദ ഏതാണെന്ന് വരെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോന്നിനും ജീവിക്കാൻ. മനുഷ്യന്മാർക്ക് ഇവിടെ വീടാണ്, പക്ഷികൾക്ക് കൂടാണ്, പിന്നെ പാമ്പുകൾക്ക് മാളാണ്. മാളല്ലാത്ത പാമ്പുകൾ ഇവിടെ മരുഭൂമിയിൽ ഇവിടെ വല്ല മാളമുണ്ടോ? ഇവിടെ നോക്കിയാൽ അത്ഭുതകരമല്ലേ? ഇവിടുത്തെ പാമ്പുകൾ എന്താ ചെയ്യണത്? ഇവിടുത്തെ പാമ്പുകൾ ഇങ്ങനെ മാളത്തിലേക്ക് പോകുന്നല്ല, എഴഞ്ഞിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ പോയിട്ട് മണലിൽ മൂപ്പരാണ് അങ്ങനെ ഒരു ഡാൻസ് കളിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോകും. നോക്കിയാൽ വെറും മണലിങ്ങനെ പുറത്ത്, സാധനം ഉണ്ടാവും ഉള്ളിൽ, ചവിട്ടിയാ കൊത്തും. ഇവിടെ മാളം കാണുന്നില്ല. യഅലമു മുസ്തഖറഹ മുസ്തൗദഅഹ, ഓരോന്നിൻ്റെ മുസ്തഖർ, താവളം, അതിനെവിടെ താമസിക്കണം, അതിനാവശ്യമായത് എന്ത്, എല്ലാം ഇവിടെ അള്ളാഹ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം ഇതെല്ലാം കൂടി ഈ മടവൂർ ശൈഖാണ് ഇതൊക്കെ നോക്കണമെന്ന് വിശ്വസിക്കണവനേക്കാണ് ഏറ്റവും വലിയ പൊട്ടപ്പോയത്തം. മടവൂർ ശൈഖ് മാത്രമല്ല, ലോകത്തിവിടെ എല്ലാം അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ധാരണ എന്ത്, അവർക്കൊന്നും ഈ ധാരണ ഇല്ല കേട്ടോ. അവരാ ലോകം കൺട്രോൾ ചെയ്യണമെന്നൊന്നുമില്ല. അവരാകുമ്പോൾ വിളിച്ചാൽ നമ്മളെ വിളി കേൾക്കാനും നമുക്ക് റെക്കമെൻഡ് പറയാനൊക്കെ വരെ പറ്റുന്നല്ലാതെ മറ്റുള്ളവർക്കൊക്കെ അവരവിടെ എല്ലാം കൂടി കൺട്രോൾ ചെയ്യണമെന്നൊന്നും വരെ ഒരു ഹിന്ദു വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഈ ലോകത്തൊക്കെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് മുഴുവൻ ഇങ്ങനെ ഗുരുവായൂരപ്പൻ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം മൂപ്പരാ നിയന്ത്രിക്കണമെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരും കേട്ടുകൂടെ എനിക്കറിയില്ല. അപ്പോൾ അതിനേക്കാളൊക്കെ മികച്ച വിധത്തിലുള്ള പ്രകടനങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നല്ല ഹിദായത്ത് കൊടുക്കട്ടെ. പ്രാർത്ഥിക്കുക. നമ്മൾ അതിലൊക്കെ പെട്ടുപോയ ഒരുപാട് സാധുക്കളുണ്ട്. അവർ പിടിച്ചു വാങ്ങുകയാണ്. കണ്ടില്ല, മുദ്രാവാക്യം വിളിച്ചിട്ട് ഉപ്പ പറഞ്ഞിട്ടാണ് ചോദിക്കണത്. ഗൊരാവോയിയാണ് ഖബറിലുള്ളവർ, തന്നിട്ടില്ല നിങ്ങളെ വിടൂല വീട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരു ദുർഗതി. റഹ്മാനായ റബ്ബ് ചോദിക്കണം, ആരാണോ നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത്? ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്നവനാര്? ഇലാഹും അല്ലാഹ്. കണ്ടോ, അള്ളാഹിന്റെ കൂടെ വല്ല ഇലാഹുമുണ്ടോ? എന്നിട്ട് കണ്ടോ വെല്ലുവിളി. ഖുൽ, എന്നിട്ട് പറയൂ പ്രവാചകരെ, വെല്ലുവിളിക്ക് ഇവരെ. ഹാതു ബുർഹാനക്കും, കൊണ്ടുവരിനടാ നിങ്ങളുടെ തെളിവ്. ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരിൻ. ഊഹമൊന്നും പോരാ. അങ്ങനെ കൊടുത്തൂടെ, ആണ് കിട്ടിക്കൂടെ, എന്താ ഇപ്പം കഴിവാനുണ്ടായാലെന്താ, എന്താ പണ്ട് സംഭവിച്ചൂടെ, ആ വക ഊഹങ്ങളൊന്നും പറ്റൂല. തെളിവ് കൊണ്ടുവാ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യസന്ധതയും ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ തെളിവ് കൊണ്ടുവരണം. വെറുതെ ഞഞ്ഞമിഞ്ഞം വർത്താനം പറയരുത്, തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇത് അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. അതിനൊന്നും ഒരാൾക്കും മറുപടി പറയാൻ സാധിക്കൂല. കൃത്യമാണ് റബ്ബിൻ്റെ നിർദ്ദേശം. ഇവിടെ ആവശ്യമായതെല്ലാം മനുഷ്യർക്കും കന്നുകാലികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം വേണ്ട റിസ്ക് ആകാശത്ത് നിന്ന് ഭൂമിയിൽ സംവിധാനങ്ങൾ എല്ലാം റഹ്മാനായ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ എന്താണ് ഈ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷികളുണ്ടല്ലോ, അവയൊക്കെ എങ്ങനെയാണ്, അവറ്റൊക്കെ ഈ പറക്ക് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററാണ് ഭൂമിയിലൊന്നും ഇറങ്ങാതെ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവറ്റക്കൊക്കെ അവിടുന്ന് ആകാശത്തു നിന്നൊക്കെ എന്തായി കിട്ടുന്നത് ഒന്നും പറയാൻ കഴിയില്ല നമുക്ക്.
ഇതിവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് പോവുകയാണോ? അത്ഭുതല്ലേ! അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കും തോറും മനുഷ്യനങ്ങനെ അവൻ്റെ ഈമാൻ വർദ്ധിക്കും. ആകാശഭൂമികളിലുള്ള സർവത്തെക്കുറിച്ചുമുള്ള ചിന്ത മനുഷ്യൻ്റെ തൗഹീദ് കൂടുതൽ കൂടുതൽ അരക്കിട്ടുറപ്പിക്കും. ആണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യക്കതാണ്. വേറുള്ളവർക്കൊന്നും തെളിവില്ല. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ 117-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിന് കൂടെ മറ്റു ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ലാ ബുർഹാന ലഹു ബിഹി, അവനൊരു തെളിവില്ല. ഒരു തെളിവും അത്തരം കക്ഷികൾക്കില്ല. അള്ളാഹിൻ്റെ അടുക്കൽ വരുമ്പോൾ അതിശക്തമായ വിചാരണ അവിടെ വെച്ച് നേരിടേണ്ടി വരും. അവർ ഇത്തരത്തിലുള്ള നിഷേധവുമായി നടക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു.